പാലക്കാട് പൊൽപ്പുള്ളി അത്തിക്കോട്ടിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ പൊട്ടിത്തെറിച്ച അപകടം. മാരുതി കാറിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. 4 വയസ്സുള്ള കുഞ്ഞടക്കം 4 പേർക്ക് പരിക്കേറ്റു. 40% പൊള്ളലേറ്റ 2 കുട്ടികളെ എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ എത്തിച്ചു. അമ്മയെ ഉടൻ എറണാകുളത്ത് എത്തിക്കും. വിവരങ്ങളുമായി അജിത്ത് ബാബുവും എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ നിന്ന് സൈഫുന്നീസ അലിയാറുമുണ്ട്. ആദ്യം അജിത്തിലേക്കാണ്. അജിത്ത്, ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? എപ്പോഴാണ് സംഭവം? അപകടത്തിന്റെ വിശദാംശങ്ങൾ. വൈകിട്ടോട് കൂടിയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഈ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത്. നിലവിൽ പ്രാഥമികമായി വിലയിരുത്തുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിൽ കൃത്യമായ എങ്ങനെയാണ് സംഭവിച്ചെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. 4 പേർക്കും കൃത്യമായി ഗുരുതരമായി പൊള്ളലേൽക്കുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഉടനെ തന്നെ നാട്ടുകാരടക്കം ഇടപെട്ടുകൊണ്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. സ്വകാര്യ ആശുപത്രി എത്തിച്ചതിന് ശേഷം ആ 2 കുട്ടികളുടെ, പ്രത്യേകിച്ച് എമലീന മരിയ മാർട്ടിനും ആൽഫ്രഡ് മാർട്ടിന്റെയും നില ഇത്തരത്തിൽ ഗുരുതരമാണ് എന്നുള്ളത് ആശുപത്രി അധികൃതർ പറഞ്ഞു. 90%-ലധികം പൊള്ളലേറ്റിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. അതിനുശേഷമുള്ള പരിശോധനയിലാണ് എൽസി മാർട്ടിനും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ടെന്നുള്ള വിവരം അറിയിച്ചത്. അതോടൊപ്പം തന്നെ ഈ 10 വയസ്സുകാരിയായിട്ടുള്ള അലീന മാർട്ടിന് 40% പൊള്ളലേറ്റിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് തുടർ ചികിത്സയ്ക്കായി അടിയന്തരമായി ഇവർക്ക് നൽകേണ്ട തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് എറണാകുളത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതാണെങ്കിലും അപ്രതീക്ഷിതമായ ഒരു സംഭവമാണ് എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ കഴിയും. എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഇപ്പോഴും കൃത്യമായ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാണെങ്കിലും വളരെ ഗുരുതരവും ദാരുണവുമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായി തന്നെ ആശുപത്രിയിൽ എത്തിപ്പോ ഗുരുതരമായി ഇവർക്ക് പ്രാഥമികമായി നൽകാൻ കഴിയുന്ന ചികിത്സകൾ നൽകിയതിനു ശേഷം എറണാകുളത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇപ്പോൾ പാലക്കാട് ഒരു കുട്ടി മാത്രമാണ് ഉള്ളത്. ബാക്കി 3 പേരെയും എറണാകുളത്തെ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നുള്ള കാര്യം അടക്കമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ശരി, അജിത് ബാബുവാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇനി എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ നിന്ന് സൈഫുന്നീസ അലിയാറുണ്ട്. സൈഫുന്നീസ, കുട്ടികളടക്കം ഈ ആശുപത്രിയിലേക്ക് തുടർ ചികിത്സയ്ക്കായി എത്തിച്ചു കഴിഞ്ഞു. ഇവരുടെ ഒരു ആരോഗ്യനില എന്താണെന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം? ഏറെ വേദനാജനകമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് നിന്ന് അല്പസമയം മുമ്പാണ് ആദ്യം 2 കുട്ടികളെയാണ് എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആൽഫ്രഡ് മാർട്ടിൻ എന്ന 6 വയസ്സുകാരനെ, ഒപ്പം തന്നെ എമിലി എന്ന 3 വയസ്സുകാരിയുമാണ് എത്തിച്ചത്. ഈ കുട്ടികളുടെ പൊള്ളൽ ഏറെ ഗുരുതരമുള്ള പൊള്ളലാണ്. 40%-ലേറെ പൊള്ളലുണ്ട് എന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ആംബുലൻസിൽ ഉണ്ടായിരുന്ന നഴ്സ് തന്നെ പറയുന്നത്. ഒപ്പം തന്നെ ബന്ധുക്കളും അത് തന്നെയാണ് പറയുന്നത്. ഒരു കുട്ടീനെ വെന്റിലേറ്റർ സപ്പോർട്ടിലേക്ക് മാറ്റേണ്ടി വരുമെന്ന് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട് എന്നും ഉള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അല്പസമയം മുമ്പ് അമ്മയെയും കൂടി ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അമ്മ എൽസിയെ ഇപ്പോഴാണ് ആംബുലൻസിൽ എത്തിച്ചത്. പാലക്കാട് നിന്ന് 3 പേരുടെയും ആരോഗ്യനില വഷളാണ്. അതിനുവേണ്ട ചികിത്സ ഉടൻ തന്നെ നൽകും ആശുപത്രി അധികൃതർ. കുട്ടികളുടെ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾ എല്ലാ കാര്യങ്ങളും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയൊക്കെയോ സംസാരിക്കുന്നുണ്ട് എന്നാണ് ആംബുലൻസിൽ കൂടെ വന്ന ആംബുലൻസ് ഡ്രൈവർമാരൊക്കെ പറയുന്നത്. അവരുടെ പ്രതികരണം നമ്മൾ നേരത്തെ ലഭ്യമാക്കിയിരുന്നു. അവർ പറയുന്നത് കുട്ടികൾ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴും ഒരു കുട്ടി ഈ സ്ട്രെച്ചറിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെയും ആരോഗ്യനില വഷളാണ്, ഗുരുതരമാണ്. ആന്തരികാവയവങ്ങൾക്കടക്കം പൊള്ളലേറ്റിട്ടുണ്ടെന്നുള്ള സാഹചര്യമാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ ഒരു കുട്ടിയുടെ പറഞ്ഞതനുസരിച്ച് ഈ ബന്ധു പറയുന്നത് ഇവർ 4 പേരും, അമ്മയും 3 മക്കളും കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കാർ പൊട്ടിത്തെറിച്ചു. ഇവരുടെ വല്യമ്മ കാറിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഈ കാർ പൊട്ടിത്തെറിച്ചത്. അവരുടെ കൈകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, പൊള്ളലേറ്റിട്ടുണ്ട്. ഇത് ഉണ്ടായ ഉടനെ തന്നെ ഈ കുട്ടികൾ വീട്ടിലേക്ക് ഓടിക്കേറി എന്നുള്ളതാണ് പറയുന്നത്. അമ്മയെ കാറിൽ നിന്ന് എടുക്കുകയാണ് ചെയ്തത്. കാർ പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കുട്ടികളുടെ ആരോഗ്യനില വളരെ ഗുരുതരമാണ്. എറണാകുളം മെഡിക്കൽ സെന്ററിൽ വേണ്ട ചികിത്സകളെല്ലാം നൽകുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ശരി, സൈഫുന്നീസ അലിയാറാണ് കുട്ടികളുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ആശുപത്രിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.